ചില മരണാസ്ത്രങ്ങൾ നിന്റെ ആയുസ്സിനെ കൊയ്തുമാറ്റത്തക്ക രീതിയിൽ ശത്രുവിന്റെ വിഷയമ്പുകൾ നിനക്കെതിരെ പാഞ്ഞു വരുമ്പോൾ അത് നിന്നെ ഇതുവരെ തൊടാതിരിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ദൈവം നിനക്ക് ചുറ്റും പരിചയായി നിൽക്കുകയാണ്. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിന്റെ ആഗ്രഹമാണ് എൻ്റെ തല ദൈവം ഉയർത്തണം എന്നുള്ളത്. അങ്ങനെ ഒരു സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിയോഗം തന്നിരിക്കുന്നത്. തല കുനിഞ്ഞു പോയ സാഹചര്യത്തിൽ ഒരിക്കലും തല നിവർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് നിന്റെ തല നിവർത്തുവാൻ ദൈവം ചില വഴികൾ ഒരുക്കുന്നു എന്നാണ് ഇന്നത്തെ സന്ദേശം. 3-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, യഹോവേ നീ എനിക്ക് ചുറ്റും പരിചയാണ്. സ്തോത്രം. യുദ്ധക്കളത്തിൽ ഒരു പടയാളി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ വലത് കൈയിൽ ഒരു വാളും ഇടത് കൈയിൽ ഒരു പരിചയമുണ്ട്. വലത് കൈ കൊണ്ട് ശത്രുവിനെ നിഗ്രഹിക്കുകയും ഇടത് കൈയിലെ പരിച കൊണ്ട് തനിക്കെതിരെ വരുന്ന ആയുധങ്ങളെ തടയുകയും ചെയ്യും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, കർത്താവേ നീ എനിക്ക് ഒരു പരിചയമല്ല, നീ എനിക്ക് ചുറ്റും പരിചയം. ചില മരണാസ്ത്രങ്ങൾ നിന്റെ ആയുസ്സിനെ കൊയ്തുമാറ്റത്തക്ക രീതിയിൽ ശത്രുവിന്റെ വിഷയമ്പുകൾ, അല്ലെങ്കിൽ എഫേസ്യ ലേഖനത്തിൽ പൗലൂസിന്റെ ഭാഷയിൽ തീ അമ്പുകൾ നിനക്കെതിരെ പാഞ്ഞു വരുമ്പോൾ അത് നിന്നെ ഇതുവരെ തൊടാതിരിക്കാൻ കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. നീ വലിയ ആളായതുകൊണ്ടല്ല, മറിച്ച് ദൈവം നിനക്ക് ചുറ്റും, ദൈവത്തിന് സ്തോത്രം, പരിചയായി നിൽക്കുകയാണ്. അപ്പൊ ഒന്ന്, യഹോവേ നീ എനിക്ക് ചുറ്റും പരിചയാണ്. 2-ാമത്തെ ഭാഗം വായിക്കുകയാണ്, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാണ്. ഏതൊക്കെയോ വിഷയത്തിനകത്ത് നിന്റെ തല ഉയർത്താൻ പോവാ. നിന്റെ തല കുനിഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. അവര് നിന്റെ തല കുനിപ്പിക്കത്തക്ക നിഗൂഢമായ പദ്ധതികൾ മെടഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, ആരെല്ലാം എന്തെല്ലാം അസ്ത്രങ്ങൾ അഴിച്ചു വിട്ടാലും എൻ്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ഇന്ന് വചനം കേൾക്കുമ്പോൾ ഒന്നിച്ചു പറയാം, സ്തോത്രം. നിന്ദിക്കപ്പെട്ടവരുടെ മുമ്പിൽ, അപമാനിക്കപ്പെട്ടവരുടെ മുമ്പിൽ നിന്റെ തല ദൈവം ഉയർത്താൻ പോവുകയാണ്. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ ഈ ദിവസങ്ങളിൽ എനിക്ക് ചുറ്റും പരിചയമായി, എൻ്റെ മഹത്വമായി, എൻ്റെ തല ഉയർത്തുന്നവനായി എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി നിൽക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധിയുടെ നടുവിൽ അവർക്ക് ചുറ്റും പരിചയമായി, അവരുടെ നടുവിൽ മഹത്വമായി, ശത്രുക്കളുടെ മുമ്പിൽ ഇവരുടെ തല ഉയർത്തുന്ന ദൈവമായി അങ്ങ് ഇറങ്ങി നിൽക്കുന്നോണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. നിശ്ചയമായും നിന്റെ തല ഉയരും. ഗോഡ് ബ്ലസ് യു.